ഒരു മഹാദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത്. നമ്മളതിനെ ഒന്നിച്ചു നിന്ന് നേരിടും, അതിജീവിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ സർക്കാരിന് എന്താണ് വേണ്ടത്? ഇത് സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും പുറത്തു വരരുത്. എന്തുകൊണ്ടാണ് വയനാട്ടിൽ ഇതുപോലെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായത്? ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ അലംഭാവം സർക്കാരിന് സംഭവിച്ചിട്ടുണ്ടോ? ഒരു ദുരന്തമുണ്ടായാൽ ഉടനെ ഉയരുന്ന ചോദ്യങ്ങളാണത്. അതിനെ നമ്മൾ അതിജീവിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി പോവുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കണം. ഇവിടുത്തെ വില്ലന്മാർ വാസ്തവത്തിൽ മാധ്യമങ്ങളാണ്. അവരാണ് ഒളിച്ചു വച്ചിരിക്കുന്ന സത്യങ്ങൾ സാധാരണഗതിയിൽ പുറത്തു കൊണ്ടുവരിക. അവരെ വിരട്ടിയോ ഭീഷണിപ്പെടുത്തിയോ നിശബ്ദരാക്കാൻ സാധിക്കില്ല. ഈ പാർട്ടി പത്രങ്ങളിലോ പാർട്ടി ടെലിവിഷനുകളിലോ ഒക്കെ പ്രവർത്തിക്കുന്ന ചില മാധ്യമപ്രവർത്തകരെ നമുക്ക് വേണമെങ്കിൽ തടുത്തു നിർത്താം. പക്ഷേ വലിയൊരു വിഭാഗം മാധ്യമങ്ങളെ ഈ രീതിയിൽ നിശബ്ദരാക്കാൻ കഴിയില്ല. അപ്പോഴെന്താ ചെയ്യേണ്ടത്? ഈ മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്ന വാർത്താ സോഴ്സുകൾ അടയ്ക്കണം. ഈ വയനാട് പോലുള്ളൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അത് സംബന്ധിച്ച വിവരങ്ങളുടെയും വാർത്തകളുടെയും ഉറവിടം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരാണ്, ശാസ്ത്രജ്ഞന്മാരാണ്. അപ്പം അവരെയാണ് തടയേണ്ടത്. അവരിൽ നിന്ന് ഈ മേഖലയിൽ നടന്നിട്ടുള്ള പഠനങ്ങൾ, ആ പഠനത്തിൻ്റെ രീതി, അതിൽ നിന്നുണ്ടായിട്ടുള്ള നിഗമനങ്ങൾ, സംഭവിക്കാവുന്ന ദുരന്തങ്ങൾ തടയുന്നതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നത് സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ, ഇതൊക്കെ പുറത്തേക്ക് വരാൻ സാധ്യതയുള്ളത് ഇവരിൽ നിന്നാണ്. അപ്പം ഇവരെ തടയാൻ സാധിച്ചാൽ വിവരങ്ങൾ പുറത്തു വരുന്നത് തടയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ ഈ ഉദ്ദേശമാണ് ഉള്ളത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ആ കൽപ്പനയിൽ പറയുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ വിവരങ്ങൾ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ യാതൊരു കാരണവശാലും മാധ്യമ പ്രവർത്തകരോട് പറയരുത്, വെളിപ്പെടുത്തരുത്. അതുപോലെ തന്നെ ഈ ദുരന്തം നടന്ന മേപ്പാടി പഞ്ചായത്ത്, അവിടേക്ക് ഈ ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിലെ പ്രവർത്തകരോ പുതിയ പഠനങ്ങൾക്കായിട്ട് പോകാൻ പാടില്ല. വെറുതെ പോകരുതെന്നല്ല, പഠനം നടത്താനായിട്ട് പോകരുത്. ഇനി അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ദുരിതാശ്വാസ അതോറിറ്റിയുടെ അനുമതിയോടുകൂടി മാത്രമേ പോകാവൂ. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മുടെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഇതുപോലെ ദുരന്തങ്ങൾ സംഭവിക്കുന്നതിനെ പറ്റി വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലം നമ്മുടെ മുമ്പിലുണ്ട്. അതൊന്നും പുറത്തു വരാൻ പാടില്ല. അതുപോലെ തന്നെ ഇനി കൂടുതൽ പഠനങ്ങൾ നടത്താനും പാടില്ല. അതായത് മുണ്ടക്കൈ, ചൂരൽമല പോലെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായ ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ കാരണങ്ങൾ ഇനി ആരും പഠിക്കുകയും വേണ്ട. അതാണ് വകുപ്പ് സെക്രട്ടറിയുടെ ഈ ഉത്തരവിൻ്റെ ഉള്ളടക്കം. ഇതൊരു സാധാരണ ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കുന്നതാണോ? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പഠനങ്ങളെ, ഗവേഷണങ്ങളെ നമുക്ക് തടയാൻ സാധിക്കുക? വാസ്തവത്തിൽ ഇത്തരം ശാസ്ത്രീയ പഠനത്തിനെ പ്രോത്സാഹിപ്പിക്കുക വേണ്ടത്. ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിന് അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ഭാവിയിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. വാസ്തവത്തിൽ അതാണ് നടക്കേണ്ടത്. ഇതൊരു ഫാസിസ്റ്റ് മനോഭാവമാണ്. വിവരങ്ങൾ പറയാൻ പാടില്ല, മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല, എല്ലാം രഹസ്യമായി വെക്കണം. അത് സർക്കാരിൻ്റെ കൈകളിൽ അത്തരം ഇൻഫർമേഷൻസ് ഭദ്രമായിരിക്കണം. ഇതൊക്കെ ഒരു ഏകാധിപത്യ ഭരണ സമ്പ്രദായത്തിൽ ഉണ്ടാകുന്ന ചില നിർദ്ദേശങ്ങളാണെന്ന് നമുക്ക് പറയാതെ വയ്യ. ഈ ഉത്തരവ് പുറത്തു വന്നതോടെ അതൊരു വലിയ വിവാദമായി. സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു. പ്രധാനപ്പെട്ട പല ആളുകളും അതിനോട് പ്രതികരിച്ചു. അപ്പോഴാണ് ഈ ഉത്തരവ് നടപ്പാക്കുകയാണെങ്കിൽ പ്രയോജനത്തെക്കാൾ അത് ദോഷമായിരിക്കും സംഭവിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഏതോ ഉപദേഷ്ടാക്കൾക്ക് മനസ്സിലായത്. അവർ പറഞ്ഞിട്ടാവണം മുഖ്യമന്ത്രി ഇടപെട്ടു, വേറെ വഴിയില്ലായിരുന്നു, ഈ ഉത്തരവ് പിൻവലിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. ഒന്ന് ചോദിച്ചോട്ടെ, പിണറായി വിജയനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് സർക്കാർ അറിയാതെ ഒരു സാധാരണ IAS ഉദ്യോഗസ്ഥ
ഇത്തരത്തിലുള്ള ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്ന ഒരു ഉത്തരവ് ഇറക്കാൻ ധൈര്യപ്പെടുമോ? രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശമുണ്ടാകാതെ അവരത് ചെയ്യുമോ? ഈ വയനാട് ദുരന്തത്തിൻ്റെ പിന്നിലെ ശാസ്ത്രീയ സത്യങ്ങൾ പുറത്തു വന്നാൽ, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ മേപ്പാടിയിൽ പോയി കൂടുതൽ പഠനങ്ങൾ നടത്തുകയും പുതിയ വിവരങ്ങൾ കണ്ടെത്തുകയും ചെയ്താൽ വ്യക്തിപരമായിട്ട് ഈ വകുപ്പ് സെക്രട്ടറിക്ക് ഒന്നും സംഭവിക്കാനില്ല, ഒരു ഛേദവും ഉണ്ടാവാനില്ല. പിന്നെന്തിന് അവർ സ്വന്തം നിലയ്ക്ക് ഇത്തരത്തിലുള്ളൊരു ഉത്തരവിറക്കണം? നമ്മളൊക്കെ ഈ പച്ചരി കൊണ്ട് ശീലിച്ചവരാണല്ലോ. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടുതൽ ആലോചിക്കേണ്ടതില്ല. അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്, അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോഴാണ് മുരളി തുമ്മാരുകുടി എന്ന ഒരു വിദഗ്ധൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം ഈ ദുരന്ത നിവാരണ രംഗത്തെ ഒരു വിദഗ്ധനാണെന്നാണ് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴും അദ്ദേഹം അവിടെയാണോ എന്നെനിക്കറിയില്ല. കേരളത്തിൽ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഇടപെടും. അത് പലപ്പോഴും പിണറായി വിജയനെ പ്രശംസിക്കാനാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഇതാണ്: ഏറെ നന്ദി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശരിയായ നിർദ്ദേശമാണ്, വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്, പ്രതീക്ഷിച്ചതാണ്. മാതൃകാപരമായ ദുരന്ത നിവാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇത്തരത്തിൽ ഒരു നിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ വേഗത്തിൽ ഗവേഷണം നടത്തുന്നതോ മാധ്യമങ്ങളോട് അമിതമായി സംസാരിക്കുന്നതോ അല്ല നമ്മുടെ പ്രശ്നം. യഥാർത്ഥ ശാസ്ത്രജ്ഞന്മാർ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പേടിച്ചിരിക്കുകയും ശാസ്ത്ര പഠനങ്ങൾ വർഷങ്ങൾക്ക് ശേഷം മാത്രം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ്. സർക്കാർ സംവിധാനങ്ങളിലുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പരിശീലനം നൽകുകയും ദുരന്ത നിവാരണത്തിന് ചെലവാക്കുന്നതിൽ ഒരു പങ്ക് ഗവേഷണത്തിനായി മാറ്റിവെക്കുകയും വേണം. ദുരന്തത്തിന് ശേഷമുള്ള പുനർനിർമ്മാണങ്ങൾ ഈ ദുരന്തത്തെ അടിസ്ഥാനമായി പഠിച്ചതിൻ്റെ വെളിച്ചത്തിലാവണം. അദ്ദേഹം ഇവിടെ കൂടുതലായി സംസാരിക്കുന്നത് ഈ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറക്കിയ കൽപ്പനയെക്കുറിച്ചല്ല. അതിനെ വിമർശിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. വാസ്തവത്തിൽ ഇവിടെ വിമർശിക്കപ്പെടേണ്ടത് ആ കൽപ്പന ഇറങ്ങിയതിൻ്റെ പിന്നിലുള്ള സർക്കാരിൻ്റെ മനോഭാവമാണ്. സർക്കാർ ഉത്തരവാണിത്. അല്ലാതെ ടിങ്കു വിശ്വാൾ എന്ന് പറയുന്ന ഈ സെക്രട്ടറിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറക്കിയതല്ല, സർക്കാരിന് വേണ്ടി ഇറക്കിയ ഒരു കൽപ്പനയാണ്. അതിൻ്റെ പിന്നിലെ മനോഭാവത്തെ വിമർശിക്കാൻ ആരും തയ്യാറാവുന്നില്ല. ഈ കൽപ്പന ശരിയല്ലെന്ന് ശ്രീ മുരളി തുമ്മാരുകുടിക്ക് അറിയാം. പക്ഷേ അതിനെ നേരിട്ട് വിമർശിക്കാതെ ആ ഉത്തരവ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയ മുഖ്യമന്ത്രിയെ പ്രശംസിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം അത് നിർവഹിക്കുന്നത്. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കാൻ അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടത്ര പരിശീലനം നൽകണമെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? മാധ്യമങ്ങളോട് സംസാരിക്കാൻ എന്തിനാണ് പ്രത്യേക പരിശീലനം? അവരുടെ പക്കലുള്ള വിവരങ്ങൾ, അറിവുകൾ അത് മാധ്യമങ്ങളിലേക്ക് പകർന്നു കൊടുത്താൽ മതിയല്ലോ. അതിനെന്താ പ്രത്യേക പരിശീലനം? അപ്പോൾ ഈ പ്രത്യേക പരിശീലനം എന്ന് പറയുന്നത് സർക്കാരിന് ദോഷകരമല്ലാത്ത തരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ ശാസ്ത്രജ്ഞന്മാരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ഈ സർക്കാർ സംവിധാനങ്ങളോട് ഒട്ടി നിൽക്കുന്ന ചില ബുദ്ധിജീവികളുണ്ട്. അവരുടെ ഒരു പ്രത്യേക മനോഭാവമാണ്. അത്തരത്തിലുള്ള ഒരു മനസ്സിൻ്റെ പ്രതിഫലനമാണ് ശ്രീ തുമ്മാരുകുടിയുടെ ഈ പോസ്റ്റിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തെ പോലൊരാളിൽ നിന്ന് ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്ന് ദുഃഖത്തോടെ പറയേണ്ടിയിരിക്കുന്നു. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇത്തരം കൽപ്പനകളെ, ഉത്തരവുകളെ വിമർശിക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. പക്ഷേ ഈ പോസ്റ്റ് മറ്റൊരു തരത്തിൽ പ്രയോജനപ്പെടുത്താം. CPM-ൻ്റെ സൈബർ പോരാളികൾക്ക് ഇത് മാറ്റിയും മറിച്ചും തിരുത്തിയും ഒക്കെ എഴുതി
പുതിയ കാപ്സ്യൂളുകൾ നിർമ്മിക്കുകയും ഇത്തരം സന്ദർഭങ്ങളിൽ ധൈര്യമായി നിലപാടെടുക്കുന്ന ക്യാപ്റ്റനായിട്ട് മുഖ്യമന്ത്രിയെ ചിത്രീകരിച്ചുകൊണ്ട് പ്രചാരണം നടത്തുകയും അതൊക്കെ വൈറലാക്കുകയും ചെയ്യാം.